ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക് ഗോ ചാർട്ടിംഗ് ബൈ പൈസ പവേർഡ് ബൈ മല്ലോ മാർക്കറ്റ് പ്രൊഫൈൽ MCX വീക്കിലി മാർക്കറ്റ് പ്രൊഫൈൽ റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. സോ കഴിഞ്ഞ ആഴ്ച അത്രയ്ക്ക് വലിയ സംഭവബഹുലമായ ഒരു വീക്കൊന്നും ആയിരുന്നില്ല നിഫ്റ്റിയിൽ സംഭവിച്ചത്. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ഏതാണ് നമ്മളെ XAUSD നിഫ്റ്റി ഗോൾഡ് കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് ഈ ഒരു കഴിഞ്ഞ ട്യൂസ്ഡേ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് വരും. 3 മാർച്ചിൽ മാർക്കറ്റ് നല്ല ഹെവി ആയിട്ട് സെല്ലിങ് താഴേക്ക് ഇറങ്ങി വന്നായിരുന്നു. ആ ഇറങ്ങി വന്നതിന്റെ അകത്ത് തന്നെ കിടന്ന ആ വാല്യൂ ഏരിയ ലോയ്ക്കും അതിന് സെല്ലിംഗ് തുടങ്ങി 5228 എന്ന് പറഞ്ഞ ആ ഡോളറിന്റെ അകത്തും കിടന്നാണ് മാർക്കറ്റ് കളിക്കുന്നത്. വലിയ ഒരു മാറ്റങ്ങളൊന്നുമില്ല. അപ്പൊ ഞാൻ ഈ പ്രൊഫൈലുകളെല്ലാം എന്ത് ചെയ്യണം, മെർജ് ചെയ്ത് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഐഡിയ കിട്ടും. മാർക്കറ്റ് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഐഡിയ കിട്ടും. സോ ഞാൻ ഈ പ്രൊഫൈലുകളെല്ലാം മെർജ് ചെയ്ത് എന്താണ് ബാക്കിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കൃത്യമായിട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും നമ്മളെ ഈ പ്രൊഫൈലുകൾ ഒരു മാറ്റവും ഇല്ല എന്ന് വെച്ചാൽ എന്തുവാണ് ഒരു സെയിം റേഞ്ച് അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ നോക്കിയാൽ ഇതാണ് കഴിഞ്ഞ 3 മാർച്ചിൽ ട്യൂസ്ഡേയിൽ മാർക്കറ്റ് അടിച്ചിറങ്ങി വന്നത്. ആ പ്രൊഫൈലിനകത്ത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 5200-നും 5090 ഇടയ്ക്കുള്ള ബാലൻസ് ചെയ്തു. പക്ഷെ കഴിഞ്ഞതിന്റെ ആ സെല്ലിംഗ് തുടങ്ങിയ പ്രൊഫൈലിനകത്തുള്ള വാല്യൂ ഏരിയ ലോയ്ക്കും താഴെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. സോ ഞാൻ ഈ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ 5000 എന്ന് പറഞ്ഞത് ഡോളർ കൃത്യമായിട്ട് പറഞ്ഞാൽ ഗോൾഡ് ഒരു സപ്പോർട്ടീവായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ 5000 പൊട്ടുകയാണെങ്കിൽ ഗോൾഡിനെ സംബന്ധിച്ച് ഈ ഒരു ചെറിയ സപ്പോർട്ടും കൃത്യമായിട്ടുണ്ട്. 4983 എന്ന് പറഞ്ഞ സപ്പോർട്ട് ഗോൾഡിൽ USD ബേസിൽ പറയാൻ പറ്റും. ആക്ച്വലി ഈ ഒരു റേഞ്ച് പൊട്ടുകയാണെങ്കിൽ മാത്രം നമുക്ക് ഈ 4900 ഭാഗത്ത്, അതായത് 4900-872 ഭാഗത്തേക്ക് ഗോൾഡ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇല്ല എങ്കിൽ ഗോൾഡ് എന്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഈ 5000-നും 5230-നും ഇടയ്ക്കുള്ള $230 ഗോൾഡ് ഒരു ബാലൻസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. 5230 ഗോൾഡ് പൊട്ടുകയാണെങ്കിൽ 5300-ലും 5350 ഭാഗത്തേക്കും പോകാനും, ഇല്ല $5000 പൊട്ടുകയാണെങ്കിൽ 4900 ഭാഗത്തേക്കും ഗോൾഡ് എത്താനുള്ള 4880 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് ഗോൾഡ് എത്താനുള്ള ചാൻസ് ആണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പശ്ചിമേഷ്യയിലെ ഈ ഇഷ്യൂസ് ഒന്നും, അതായത് ഇറാന്റെ കോൺഫ്ലിക്റ്റുകളോ വാറുകളൊന്നും കാര്യങ്ങളും സിൽവറിലും പ്രഷ്യസ് മെറ്റലില് വലിയൊരു മുന്നേറ്റം മുകളിലോട്ട് തരാനോ അല്ലെങ്കിൽ താഴേക്ക് തരാനോ സാധിക്കുന്നതിന് പകരം ഇതിനൊരു ബാലൻസ് മോഡിലേക്ക് മാർക്കറ്റ് കൊണ്ടുപോകാനായിട്ടാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ XAUSD നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. അതേപോലെ നമ്മൾ സിൽവർ നോക്കിക്കഴിഞ്ഞാൽ സിൽവറിനെ സംബന്ധിച്ച് പറയുന്നത് സിൽവർ പക്ക ഒരു റേഞ്ചാണ്. ഇതായിരുന്നു നിങ്ങൾ നോക്ക്, സിൽവർ ഇതായിരുന്നു ട്യൂസ്ഡേയിൽ വന്ന ആ സെല്ലിങ്ങിനകത്ത് തന്നെ കൃത്യമായി നടക്കുന്നു. സിൽവറെ സംബന്ധിച്ച് $90 ഭാഗത്ത് ഒരു റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്, $879 ഭാഗത്ത് ഒരു സപ്പോർട്ട് ഉണ്ട്. സിൽവറെ സംബന്ധിച്ച് പറഞ്ഞാൽ $79-നും $90-നും ഇടയ്ക്കുള്ള ഏരിയ 78-90 എന്ന് പറഞ്ഞാൽ ഈ $12 കിടന്ന് കളിക്കാനുള്ള ചാൻസാണ് സിൽവറിനെ സംബന്ധിച്ച് മാർക്കറ്റ് കാണുന്നത്. $90 പൊട്ടുകയാണെങ്കിൽ 92-ന്റെ ഭാഗത്തേക്കും അതിന് മുകളിൽ 96-ന്റെ ഭാഗത്തേക്കും സിൽവർ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇല്ല 78 പൊട്ടുകയാണെങ്കിൽ തിരിച്ച് 76-ഉം അതിന് താഴെ $73-70 ഭാഗത്തേക്കും സിൽവർ വരാനുള്ള ചാൻസും കാണുന്നുണ്ട്. സോ ചുരുക്കി പറയുകയാണെങ്കിൽ വളരെ ഷോർട്ട് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും പ്രഷ്യസ് മെറ്റലിനെ കുറിച്ചും എനിക്ക് കമ്മോഡിറ്റിയെ കുറിച്ച് പറയാനുള്ളത്. പ്യുവർലി ഒരു ബാലൻസ് മോഡിലേക്കാണ് പ്രഷ്യസ് മെറ്റലായ ഗോൾഡും സിൽവറും പോയിരിക്കുന്നത്. ഇനി എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ സെൻട്രൽ ബാങ്കിന്റെ ഭാഗത്തു നിന്നുള്ള ബൈയിങ്ങോ, അതായത് ഇപ്പൊ അമേരിക്കൻ മാർക്കറ്റിന്റെ എല്ലാത്തിന്റെയും പല രാജ്യങ്ങളിലെയും ബോണ്ടിന്റെ ഈൽഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇക്വിറ്റി കർവുകൾ നെഗറ്റീവിലേക്ക് പോകുന്നു, കമ്മോഡിറ്റി കർവ് നെഗറ്റീവിലേക്ക് പോകുന്നു. ഇതെല്ലാം പൈസയും കൂടെ ചേർന്ന് അവര് ബോണ്ടിന്റെ ഈൽഡ് കൂടുമ്പോൾ അവിടെ ലാഭം കൂടുതലിലേക്ക് വേണ്ടി അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഗോൾഡിലും സിൽവറിലും പ്രഷ്യസ് മെറ്റലിലും ഞാനൊരു റേഞ്ച് എക്സ്പെക്ട് ചെയ്യുന്നത്. സിൽവറിനെ സംബന്ധിച്ച് $90-ന്റെ അകത്ത് $90-നും $78-നും ഇടയ്ക്കുള്ള $12 ഭാഗത്ത് സിൽവർ കിടന്ന് കളിക്കാനും, ഗോൾഡ് 5230-നും 5000-നും ഇടയ്ക്കുള്ള $230 അകത്ത് കിടന്ന് കളിക്കാനുള്ള ചാൻസും ഉള്ളത്. ഇത് രണ്ടും
പൊട്ടുകയാണെങ്കിൽ സിൽവറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ $78 പൊട്ടുകയാണെങ്കിൽ $70 $68 ഭാഗത്തേക്ക് വരാനും, ഇല്ല $90 പൊട്ടുകയാണെങ്കിൽ 96 98 ഭാഗത്തേക്ക് സിൽവർ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് സിൽവറിന്റെ ഒരു വ്യൂ ആണ്. ഗോൾഡിനെ സംബന്ധിച്ച് പറയാൻ 5200 പൊട്ടുകയാണെങ്കിൽ 4860 ഭാഗത്തേക്ക് വീണ്ടും വരാനുള്ള ചാൻസ് സിൽവർ ഗോൾഡിനെ സംബന്ധിച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട്. 5230 പൊട്ടുകയാണെങ്കിൽ അവൻ എങ്ങോട്ട് പോവാം? 5350 ആ ഒരു റേഞ്ചിന്റെ ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസുമാണ് എനിക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മുടെ മാർക്കറ്റ് പ്രകാരം എനിക്ക് പ്രതീക്ഷയുള്ളത്. ഇതാണ് നമുക്ക് പ്രഷ്യസ് മെറ്റലിനെ കുറിച്ച് പറയാനുള്ളത്. പ്രഷ്യസ് മെറ്റലിലെ ഓവറോൾ സ്റ്റാൻഡ് എന്ന് പറഞ്ഞ റേഞ്ച് ആണ്. ഈ റേഞ്ച് ബ്രേക്ക് ചെയ്താൽ വിത്ത് നല്ല ഗ്രേറ്റ് വോളിയത്തോടുകൂടി മാർക്കറ്റ് ഡ്രൈവ് ചെയ്താൽ മാത്രമേ ഒരു മൂവ്മെന്റ് വരാനുള്ള ചാൻസ് ഞാൻ മാർക്കറ്റിൽ കാണുന്നുള്ളൂ. ഇതാണ് എനിക്ക് പ്രഷ്യസ് മെറ്റലിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് നോക്കുമ്പോൾ നമ്മൾ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ്, ക്രൂഡ് ഓയിൽ കഴിഞ്ഞ മൺഡേയിൽ ഹെവി ആയിട്ട് നല്ലൊരു 10,500 വരെ പോയി. കഴിഞ്ഞ ആഴ്ച പറഞ്ഞുള്ള എല്ലാ ടാർഗറ്റും മെറ്റ് ചെയ്ത് താഴേക്ക് ഇറങ്ങി 7,000 ഭാഗത്തേക്ക് വന്ന് അവിടെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പറഞ്ഞു നമ്മുടെ 7,100 ഭാഗത്ത് കിട്ടിയാൽ ഓയിലിൽ ബൈ ചെയ്യാതെ പറഞ്ഞു. ആ ബൈയിങ് എടുത്ത് തിരിച്ച് മുകളിലോട്ട് പോയി 9,076 ഭാഗത്താണ് നമ്മളെ ക്രൂഡ് ഓയിൽ ക്ലോസ് ചെയ്യുന്നത്. ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് എന്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 9,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ POC ആയ 9,454 അതിന് മുകളിൽ 9,780 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് പോവാം. 9,740 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സിംഗിൾ പ്രതികൾ കണ്ടല്ലോ, ഹെവി സെല്ലിംഗ് വന്ന ഏരിയ, പ്രോഫിറ്റ് ബുക്കിംഗ് വന്ന ഏരിയയായ 10,500 ഭാഗത്തേക്കും ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇല്ല ക്രൂഡ് ഓയിൽ 8,464 പൊട്ടുകയാണെങ്കിൽ തിരിച്ച് 8,000 ഭാഗത്തും അതിന് താഴെ ഈ സിംഗിൾ പ്രിന്റായ 7,500 അതിന് താഴെ 7,100 ഭാഗത്തേക്കും ക്രൂഡ് ഓയിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ക്രൂഡ് ഓയിലെ സംബന്ധിച്ച് ഞാൻ ഇപ്പോഴും പറയുന്നുള്ളൂ, ഡിപ്പ് ബൈയിങ്ങിനെ കുറിച്ച് മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. വേറൊരു ഒരു പുട്ട് ഓപ്ഷൻ എടുത്ത് താഴേക്ക് ചെയ്യാം. ഈ 846 പൊട്ടുകയാണെങ്കിൽ ഈ പറഞ്ഞ 8,000 7,700 7,400 7,000 ഭാഗത്തേക്ക് വരുമ്പോഴുള്ള ഭാഗത്തേക്കുള്ള ട്രേഡ് എടുക്കാം. പക്ഷെ കുറച്ചും കൂടെ ഇപ്പോഴത്തെ ഇറാന്റെ ഇഷ്യൂവിൽ ഓയിൽ ടാങ്കർ ഇന്നലെ ഇറാന്റെ ഒരു ദ്വീപായ ആ ഒരു ദ്വീപിനെ പേര് കിട്ടുന്നില്ല, ആ ഒരു ദ്വീപിനെ ആക്രമിച്ചു, അതിന്റെ ഓയിലിന്റെ ഒക്കെ പ്രശ്നം വരുത്തിയതൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നാളെ നമ്മുടെ മാർക്കറ്റ് എവിടെ ഓപ്പൺ ചെയ്യുന്നു അത് ഡിസൈഡ് ചെയ്യായിരിക്കും വരാൻ പോകുന്ന ദിവസങ്ങളിലെ മൂവ്മെന്റ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഡിപ്പ് ബൈങ് 7,000 ഭാഗത്തൊക്കെ ഇപ്പോഴും ഞാൻ ക്രൂഡ് ഓയിൽ കിട്ടുകയാണെങ്കിൽ ഒരു ഡിപ്പ് ബൈങ്ങിനെ കുറിച്ച് മാത്രമേ ഞാൻ ക്രൂഡ് ഓയിലെ സംബന്ധിക്കുന്നുള്ളൂ. 8,046 പൊട്ട് 8,470 പൊട്ടുകയാണെങ്കിൽ 8,000 ഭാഗത്തേക്കും അതിന് താഴെ 7,500 ഭാഗത്തേക്കും അതിന് താഴെ 7,100 ഭാഗത്തേക്കും വരാം. ഇല്ല 9,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നത് 9,450 9,800 ഭാഗത്തേക്കും പോകാനും 9,800 കട്ട് ചെയ്യണമെങ്കിൽ 10,500 എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയ കണ്ടല്ലോ, ബാക്കോ ഈ ഒരു ഫാസ്റ്റ് മൂവിങ് സോണിന്റെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസും ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഇനി നാച്ചുറൽ ഗ്യാസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു മാറ്റമില്ല, ഒരു റേഞ്ചാണ്. 270 ഭാഗത്ത് നാച്ചുറൽ ഗ്യാസിൽ ഇപ്പോഴും ഒരു ബൈയിങ് മൊമെന്റം കാണുന്നുണ്ട്. അതേപോലെ 320 ഭാഗത്ത് നാച്ചുറൽ ഗ്യാസിൽ ഇപ്പോഴും ഒരു സെല്ലിംഗ് മൂവ്മെന്റും കാണുന്നുണ്ട്. നാച്ചുറൽ ഗ്യാസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 270 320 ഇടയ്ക്കുള്ള ഒരു 50 പോയിന്റിനകത്ത് ഇതിന് ഈ ഒരു ചടഞ്ഞു കൂടി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. സോ 320 മാർക്കറ്റ് നാച്ചുറൽ ഗ്യാസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 285 സപ്പോർട്ടാണ്, 270 സപ്പോർട്ടാണ്. സോ 270 ഭാഗത്ത് കിട്ടുകയാണെങ്കിൽ ഞാൻ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കും. ഒരു ബ്രേക്ക്ഔട്ട് ബൈയെ അത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് 300 320 ഭാഗത്തേക്ക് പോവാം. ഇനി 325 50 326 മുകളിൽ നാച്ചുറൽ ഗ്യാസ് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ മാത്രം ഈ പറഞ്ഞ വാക്വം ഒക്കെ ഫില്ല് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതൊരു ബിഗ്ഗസ്റ്റ് ഷോർട്ട് കവറിംഗിലേക്ക് നാച്ചുറൽ ഗ്യാസിനെ കൊണ്ടുപോകും. അത് വേണമെങ്കിൽ ഈ പറഞ്ഞ 366 370 ഭാഗത്തേക്ക് നാച്ചുറൽ ഗ്യാസിനെ കൊണ്ടുപോകാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ പ്രഷ്യസ് മെറ്റലിൽ ഞാൻ ഒരു റേഞ്ചാണ് ഇപ്പം എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു ബ്രേക്ക്ഔട്ട് ബൈയെ കുറിച്ച് ഇപ്പം ചിന്തിക്കുന്നില്ല. ക്രൂഡ് ഓയിലും നാച്ചുറൽ ഗ്യാസിലും ഞാൻ 270 ഭാഗത്ത് നാച്ചുറൽ ഗ്യാസിലും ക്രൂഡ് ഓയിലിലെ 7,100 ഭാഗത്തും ഒരു ഡിപ്പ് ബൈങ്ങിനെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇതാണ് എനിക്ക് വരാൻ പോകുന്ന ഈ വീക്കിൽ പറയാനുള്ള എനർജി സെക്ടറിന്റെ ഒരു വീക്കിലി വ്യൂ. സോ നമ്മുടെ പുതിയ M6 സപ്പോർട്ട് പ്ലാനിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കുറച്ചും കൂടെ അഡ്വാൻസ് രീതിയിലേക്ക് അടുത്ത ആഴ്ച തൊട്ട് മാർക്കറ്റിലേക്ക് ലെവൽസ് ഡെയിലി കൊടുത്ത് നിങ്ങളെ ട്രേഡബിൾ ചെയ്യിക്കാനുള്ള കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. സോ അതിനെക്കുറിച്ച് അറിയാനും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മളിനി കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. സ്റ്റാൻഡ് ക്ലിയർ ആയിട്ട് വെക്കുക. പ്രഷ്യസ് മെറ്റലിൽ ഒരു റേഞ്ച് ആയിരിക്കും, ഡിപ്പ് ബൈങ് ആയിരിക്കും ഞാൻ എനർജി സെക്ടറിൽ വെക്കുന്നത്. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ഹാപ്പി ട്രേഡിംഗ്, ഹാപ്പി സൺഡേ.